ഹലോ ഗായ്സ്, വെൽക്കം ടു കുട്ടൂസൻ ടേപ്സ്. എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ട്രിനിറ്റി ഡാറ്റ അനലിറ്റിക് പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ട്രിനിറ്റി മലയാളികൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. ഇപ്പോൾ ഡാറ്റ അനലിറ്റിക്സ് പ്രോഗ്രാം പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ട്രിനിറ്റി ഒരു ഓൺലൈൻ പോർട്ടലാണ്. അതിൽ സെൽഫ് ലേണിംഗ് മൊഡ്യൂൾഡായിട്ട് ഡാറ്റ അനലിറ്റിക് കോഴ്സ്, ഡാറ്റ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ ഒത്തിരി കോഴ്സുകൾ അവർ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഡാറ്റ അനലിറ്റിക്കൽ പ്രോഗ്രാം കോഴ്സിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ജോഷ് മാത്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും. പിന്നീട് ബെൽ ഐക്കണിൽ ഹിറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ ഞാൻ ഇടുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഡാറ്റ അനലിറ്റിക് പ്രോഗ്രാമിനെ കുറിച്ചുള്ള റിവ്യൂസ് നോക്കാം. ഓക്കെ, ഡാറ്റ അനലിറ്റിക് പ്രോഗ്രാം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഡാറ്റ അനലിറ്റിക് പ്രോഗ്രാം, ട്രിനിറ്റിയുടെ ഡാറ്റ അനലിറ്റിക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ കാലമായി. ഓക്കെ, ഇതൊരു 4 മാസത്തെ കോഴ്സാണ്. 120 ദിവസമാണ് ടോട്ടൽ. 120 ഡേയ്സ് ആണ്. ഇവർ റീഫണ്ട് കാര്യങ്ങളെല്ലാം തരുന്നതാണ്. നമ്മൾ മുടക്കുന്ന ഏകദേശം 3499 രൂപ സംതിങ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഫീസ് വർദ്ധിപ്പിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഫുൾ റിട്ടേൺ ആണ് അവർ ഓഫർ ചെയ്യുന്നത്. പക്ഷേ അതിന് ചില ഗൈഡ് ലൈൻസ്, കണ്ടീഷൻസ്, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓൺലൈൻ ജോബ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളുക. ഓൺലൈൻ ജോബ്സ്, ഇതുപോലെ ഓൺലൈൻ കോഴ്സസ്, എല്ലാം കാര്യങ്ങളും ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് പർട്ടിക്കുലർലി ഡാറ്റ അനലിറ്റിക് കോഴ്സിനെ കുറിച്ചാണ്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡാറ്റ അനലിറ്റിക് കോഴ്സിൽ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ട്രിനിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള മലയാളികൾ പ്ലീസ് കമൻറ്റ് മീ. ഓക്കെ, എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ആക്ച്വലി ട്രിനിറ്റി എന്ന് പറയുന്നത് ഒരു സെൽഫ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഗൈഡ് ചെയ്യാനോ മെൻറ്റർ ചെയ്യാനോ ഒന്നും ആൾക്കാരുള്ളതായിട്ട് പേരുകൾ മാത്രമുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല ഇത്. സെൽഫ് ലേണിംഗ് ആണ്. നിങ്ങൾക്ക് വീഡിയോസുകളുണ്ട്, യൂട്യൂബ് വീഡിയോസുകൾ പലതും. കോഴ്സ് ഉണ്ട്. കോഴ്സിൻ്റെ മൊഡ്യൂൾ അനുസരിച്ച് പല ആളുകളുടെയും വലിയ വലിയ പ്രൊഫസേഴ്സിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് 8 പ്രോജക്ട്സ് ചെയ്യണം. പ്ലസ് 1 പോർട്ട്ഫോളിയോയും ഉണ്ടാക്കണം. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 വീക്ക് ലൈവ് ട്രെയിനിങ് സെഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റും 4 വീക്കിൻ്റെ വെർച്വൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റും മിനി പ്രോജക്റ്റിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടുന്നതാണ്. ഇപ്പോൾ പിന്നെ ലൈവ് പ്രോജക്ട്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 8ഓളം ലൈവ് പ്രോജക്ട്സ് ഉണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ്ലി ഡാറ്റ അനലിറ്റിക്സ് അല്ല. എല്ലാ ഡിജിറ്റൽ മീഡിയ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പാക്കേജാണ്. സമയമുള്ളവരും വേറെ ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കുന്നവർക്കും ഒരു ജോലി കിട്ടാൻ താല്പര്യപ്പെടുന്നവർക്കും ചിലപ്പോൾ അത് ഇപ്പോഴത്തെ ലൈവ് പ്രോജക്ട്സ് യൂസ്ഫുൾ ആയിരിക്കും.
ഓക്കെ, ഇതൊരു സെൽഫ് ലേണിംഗ് മൊഡ്യൂൾഡാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇതിനകത്ത് ഡാറ്റ അനലിറ്റിക്സിന് വേണ്ട എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്യുന്നുണ്ട്. ഒരു 3 ഓറിയൻറ്റേഷൻ ലെസൺസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് MySQLൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. പവർ BI, ടാബ്ലു, എക്സൽ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട്സ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോസാണ് എല്ലാം, റെക്കോർഡഡ് വീഡിയോസാണ്. ഓക്കെ, ഇതിൽ ലൈവ് വീഡിയോസ് ഞാൻ ചെയ്തിരുന്ന കാലത്തൊന്നും എനിക്ക് ലൈവ് വീഡിയോസ് കിട്ടിയിട്ടില്ല. ഞാൻ കയറുന്ന സമയത്ത് ഉണ്ടായിരുന്ന പവർ BIയുടെ ലൈവ് വീഡിയോസ് എന്നും പറഞ്ഞ് റെക്കോർഡഡ് സെക്ഷൻസ് ആയിരുന്നു എല്ലാം. ലൈവ് വീഡിയോസ് 2022 എങ്ങാണ്ട് കണ്ടക്ട് ചെയ്ത റെക്കോർഡഡ് സെക്ഷൻസ് ആയിരുന്നു ഞാൻ കണ്ടത് മൊത്തം. അല്ലാതെ ലൈവായിട്ട് ഒരു ക്ലാസ്സും 180 ദിവസത്തോളം, 200 ദിവസത്തോളം കഴിഞ്ഞു ഞാൻ കോഴ്സ് ചെയ്തിട്ട്. അത്രയും ദിവസമായിട്ടും എനിക്കിന്ന് ഒരു ലൈവ് സെഷൻസ് കിട്ടിയിട്ടില്ല. ബട്ട് റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ 8 പ്രോജക്റ്റും ചെയ്യാവുന്നതാണ്. ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ കൂടുതലും യൂട്യൂബിനെ നിങ്ങൾ ആശ്രയിക്കേണ്ടി വരും. അതുപോലെ പൈത്തണിന് കൂടുതലും ക്ലാസ്സസ് യൂട്യൂബ് നോക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് എൻ്റെ ഡാഷ്ബോർഡ്. ഓക്കെ, ഇതിനകത്ത് ഇതാണ് നമ്മുടെ 5 ലെവൽസ്. ഈ 5 ലെവൽസും ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. 5 ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് ഡാറ്റ അനലിറ്റിക്സിൻ്റെ എല്ലാ ഇതും, പ്രോജക്റ്റ് അടക്കം എല്ലാ സാധനങ്ങളും ഇതിനകത്താണ് വരുന്നത്. ഇപ്പോഴത്തെ ലൈവ് പ്രോജക്ട്സ് ഇതാണ്. ലൈവ് പ്രോജക്ട്സ് പുതുതായി ആരംഭിച്ച ലൈവ് പ്രോജക്ട്സ് ആണ് ഇതെല്ലാം. ലൈവ് പ്രോജക്ട്സ് ആണ് ഇതെല്ലാം. ഞാൻ ജസ്റ്റ് കാട്ടി എന്നേ ഉള്ളൂ. ഇതെല്ലാം ഒന്ന് കണ്ടിരിക്കുന്നത്. ഇതാണ് ലേണിംഗ് മൊഡ്യൂൾസ് വരുന്നത്. ഇത് 3 ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് ആണ്. ഇത് 3 ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് ആണ്. ഇതാണ് ഇത് ഡാറ്റ അനലിറ്റിക്സിൻ്റെ ഫണ്ടമെൻ്റൽസ് ഇതിനകത്ത് വരുന്നു. ദെൻ മൈക്രോസോഫ്റ്റ് എക്സൽ വരുന്നുണ്ട്. ദെൻ MySQL വരുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക് പ്രോബബിലിറ്റി, ടാബ്ലു, പൈത്തൺ, ദെൻ ലാസ്റ്റ് വൺ പവർ BI. അത്രയും പവർ BIയിൽ 20 ചാപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ സെൽഫ് ലേണിംഗ് മൊഡ്യൂൾഡ്. ഇതിൽ കയറി നിങ്ങൾ ചെയ്ത് ഓരോ പ്രോജക്റ്റും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ നോ ലൈവ് ക്ലാസ്സസ്. അടുത്ത് എന്താണ് ഞാൻ ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും. ഇപ്പോൾ ഒരു കോഴ്സ് എല്ലാം കഴിഞ്ഞ് ഇരിക്കുന്നവരാണ്, ഒരു ജോബിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ സർട്ടിഫിക്കറ്റ് ഏറ്റവും ഉപകാരപ്രദമാണ്. ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കാട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഒരു ജോലി കിട്ടാൻ ഡാറ്റ അനലിറ്റിക്കൽ ഫീൽഡിലോട്ടോ അല്ലെങ്കിൽ ഡാറ്റ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലോട്ടൊക്കെ എൻട്രി ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇത്തിരി കൂടി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ സ്ട്രക്ചേർഡ് മൊഡ്യൂൾസ് ആണ്. ഓൾറെഡി എല്ലാം ഓരോ പ്രോജക്റ്റും നമ്മുടെ മൊഡ്യൂൾഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഡൗട്ടുകൾ വന്നു കഴിയുമ്പോൾ അത് യൂട്യൂബ് നോക്കി ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നീട് ഇതിൻ്റെ ലെവൽ 5 റെസ്യൂം ആൻഡ് ലിങ്ക്ഡിൻ അസിസ്റ്റൻസ് അവർ പ്രൊവൈഡ് ചെയ്യുക. അതായത് നമുക്ക് റെസ്യൂം ബിൽഡിംഗ്, CV ബിൽഡിംഗ്, ലിങ്ക്ഡിൻ ക്രിയേഷൻ, ലിങ്ക്ഡിൻ ക്രിയേഷൻ അത്യാവശ്യമാണ്. അതൊരു സോഷ്യൽ മീഡിയ ആയിട്ട് ആരും കാണണ്ട. ബട്ട് അതിലും അപ്പുറമായിട്ട് ജോബ് ഏരിയയിൽ ലിങ്ക്ഡിൻ ആണ് ഏറ്റവും കൂടുതൽ, ഫേസ്ബുക്ക് എല്ലാം പോലെ തന്നെ മോസ്റ്റ് പ്രാധാന്യമുള്ള ഒരു ഏരിയ ലിങ്ക്ഡിൻ ആണ്. എല്ലാവർക്കും വേണം. ഇപ്പോൾ വെളിയിൽ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കറിയാൻ പറ്റും, ലിങ്ക്ഡിൻ എല്ലാ കാര്യത്തിനും ആൾക്കാർ ചോദിക്കും. അതിലൂടെ ലോട്ട് ഓഫ് എംപ്ലോയേഴ്സ് നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ഫ്രീലാൻസ് ആയിട്ടും വിളിക്കുന്നവർ ഇഷ്ടംമാതിരിയുണ്ട്.
പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. മോസ്റ്റ് ഓഫ് തിങ്സ് നമുക്ക് സ്വന്തം തന്നെ ഇതിൽ നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അതിന് യൂട്യൂബ് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള മാത്രമാണ് മാർഗം. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് പ്രോബ്ലംസ് ഐ ഫേസ്ഡ്. പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ട്രിനിറ്റിയിൽ ഞാൻ ഫേസ് ചെയ്ത മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഒട്ടുമില്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ്. ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ കുറവായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജോയിൻ ചെയ്ത് കോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻസ് തീരെയില്ല. ഒരു മെൻറ്റർ ഉണ്ട് നമുക്ക്, ബട്ട് അവരും കൂടുതലായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ പോലും നമ്മുടെ കയ്യിലില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ല അവരെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡൗട്ട് ഫോറം ഉണ്ട്, അതിൽ പോയി കോണ്ടാക്ട് ചെയ്യുക, നമ്മുടെ പോസ്റ്റ് ചെയ്യാം. ബട്ട് അത് മിക്കവാറും ടൈമിൽ ആരും അത് നോക്കാറ് പോലുമില്ല, അല്ലെങ്കിൽ അതിനൊരു റെസ്പോൺസ് കിട്ടാത്ത അവസ്ഥയാണ്. 1-2 തവണ ഞാൻ ഇമെയിൽ സപ്പോർട്ടിലോട്ടും ഇമെയിൽ അയച്ചു നോക്കി, ബട്ട് ദേ ഓൾസോ നോട്ട് ആൻസറിങ് ദാറ്റ് തിങ്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് very problem in Trinity. Maybe it's they taken some people recently, I think so. Maybe some changes happen. I am not sure. Okay, but communication is a big issue. Still I consider. പിന്നെ ഉള്ളത് മെൻറ്റർഷിപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, മെൻറ്റർ ഉണ്ട് നമുക്ക്. എല്ലാത്തിനും മെൻറ്റർ ഉണ്ട്. ഈവൻ ലൈവ് പ്രോജക്റ്റ് 8 ലൈവ് പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനും ഓരോന്നിനും മെൻറ്റർ ഉണ്ട്. ബട്ട് ആര് മെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞാലും അവരെ കോണ്ടാക്ട് ചെയ്യാനോ അവരോട് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാനോ ഉള്ള വകുപ്പ് അതിനകത്തില്ല. അവരുടെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് മെൻറ്ററിങ് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ഗൈഡ് ഒരു പ്രോജക്റ്റിലെല്ലാം ഗൈഡ് ചെയ്യാതെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വെരി ബുദ്ധിമുട്ടായിരിക്കാം. അതും വേറൊരു ഫീൽഡിൽ നിന്ന് ഈ ഫീൽഡിലോട്ട് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും ഇത്. സോ ഇപ്പോൾ കമ്പ്യൂട്ടർ ഏരിയയിൽ നിന്ന് IT സെക്ടറിൽ നിന്ന് ഇങ്ങോട്ട് ഇത് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ അത്രയും പ്രോബ്ലം ഇല്ല. ബട്ട് ഡിഫറെൻറ്റ് പ്രൊഫഷനിൽ നിന്ന് വരുന്നവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. സ്ട്രിക്റ്റ് റീഫണ്ട് പോളിസിയാണ് അടുത്ത കാര്യം. 100 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 100 ഡേയ്സിനുള്ളിൽ നമ്മൾ ഇവരുടെ പരിപാടി തീർത്ത് എല്ലാ 8 പ്രോജക്റ്റും ഒരു പോർട്ട്ഫോളിയോയും സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടത്തില്ല. റീഫണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഹണി ട്രാപ്പ് പോലെ ഒരു ട്രാപ്പ് മാത്രമാണ്, നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ഇത്. ഓക്കെ, നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ തിരിച്ച് കിട്ടും എന്ന ഒരു വാഗ്ദാനം. ബട്ട് ചേരുമ്പോൾ അവർ പറഞ്ഞു 100 ഡേയ്സ് എന്നുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ബട്ട് നിങ്ങൾ ഡ്യൂ ഡേറ്റിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ കഴിയില്ല എന്നുള്ള സത്യാവസ്ഥ അവർ പറയുന്നില്ല എവിടെയും. ആക്ച്വലി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ റീഫണ്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും അവരുടെ ഡെഡ് ലൈൻ ഫോളോ ചെയ്യരുത്. നമ്മൾ 100 ദിവസത്തിനുള്ളിൽ 100 ഡേയ്സിനുള്ളിൽ എല്ലാ 8 പ്രോജക്റ്റും ഒരു പോർട്ട്ഫോളിയോയും ഡാഷ്ബോർഡിലുള്ള 8 പ്രോജക്റ്റാണ്, നോട്ട് ലൈവ് പ്രോജക്റ്റ്. ഓക്കെ, 8 പ്രോജക്റ്റ് പ്ലസ് 1 പോർട്ട്ഫോളിയോ ഫിനിഷ് ചെയ്ത് നമ്മൾ പൈസ ചെയ്തെങ്കിൽ മാത്രം, അതിനുശേഷം ഗ്രാജുവേഷൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് റീഫണ്ട് കിട്ടത്തുള്ളൂ. അതും ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അത് ഞാൻ ലേറ്റർ പറയാം അതിൻ്റെ ഡിഫിക്കൽറ്റി എന്താണെന്ന്. ആഫ്റ്റർ റീഫണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെവൽ 5-ലെത്തും. ഇതിലും ഒരു 8 കാര്യങ്ങൾ 8 ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതെല്ലാം റിലേറ്റഡ് ടു റെസ്യൂം ബിൽഡിംഗ്, ഇമെയിൽ സെൻഡിങ്, കവർ ലെറ്റർ മേക്കിംഗ്, ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. എന്നിട്ട് നമ്മൾ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. 8ആണ്. അത് ഏകദേശം റിയ പഞ്ചാബി എന്ന് പറയുന്നൊരു മെൻറ്ററിൻ്റെ ആയിരുന്നു എനിക്ക് കിട്ടിയേക്കുന്ന എല്ലാ ഇതും. അത് ഓൾമോസ്റ്റ് നല്ലൊരു ക്ലാസ്സുകളാണ് എല്ലാം തന്നെ. ബട്ട് ഈ പറഞ്ഞ പോലെ ഇത് ടൈം കൺസ്യൂമിങ് ആണ്. ജോബ് റിയലി വേണ്ടവർ മാത്രം ഇതിൽ ടൈം സ്പെൻഡ് ചെയ്താൽ മതി. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് HR ലിസ്റ്റ് കിട്ടും. ഈ ഇന്ത്യയിലുള്ള
ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളുടെ HR ലിസ്റ്റ്, അവരുടെ കോണ്ടാക്റ്റ്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പം നമുക്ക് ഈസി ആയിട്ട് ജോബ് തേടാം. അതുപോലെ ഇമെയിൽ അയക്കേണ്ട ടെംപ്ലേറ്റുകൾ, കവർ ലെറ്ററിൻ്റെ ടെംപ്ലേറ്റുകൾ, അതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കിട്ടും. ബട്ട് യു നീഡ് ടു കംപ്ലീറ്റ് ലെവൽ 5. ബട്ട് അത് ഇത്തിരി ടൈം ടേക്കിംഗ് ആണ്, കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് പോയില്ല. ഞാൻ റീഫണ്ട് കിട്ടുന്ന വരെ മാത്രമേ നിന്നുള്ളൂ. റീഫണ്ട് കിട്ടിയതും ആ പരിപാടികളെല്ലാം നിർത്തി. ഓക്കെ, അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുപോലെ തന്നെ ലൈവ് പ്രോജക്ട്സ് എല്ലാം ഒന്നും തന്നെ ഡിജിറ്റൽ ഡാറ്റ അനലിറ്റിക്സുമായി ബന്ധപ്പെട്ടതല്ല. അത് എല്ലാം ഉണ്ട്. അതിനകത്ത് സെയിൽസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, പ്രൊമോഷൻ, PR പ്രൊമോഷൻ ഉണ്ട്. അങ്ങനെ പല ഇതുമാണ്. 8 ഡിഫറെൻറ്റ് തിങ്സ് ആണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടും ഡാറ്റ അനലിറ്റിക്സിന് കാര്യമായി ഗുണം കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലൈവ് സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജോലി മതി എന്നുള്ളവർ, ഇപ്പോൾ സെയിൽസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ജോലി കിട്ടാൻ എളുപ്പമുള്ള മേഖല, അതിലോട്ടൊക്കെ നോക്കുന്നവർക്ക് ഇതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. അതർവൈസ് ഇറ്റ്സ് ലൈക്ക് എ പ്രൊമോഷൻ ഉള്ളി. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതെല്ലാമാണ് മെയിനായിട്ട് ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയത്. മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ, നോ മെൻറ്റർഷിപ്പ്, ഇത് രണ്ടുമാണ്. പിന്നെ റീഫണ്ട് കിട്ടാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടത്തേണ്ടി വന്നിട്ടുണ്ട്. സോ മൂവിങ് ടു നെക്സ്റ്റ് വൺ ഈസ് റീഫണ്ട് പ്രോസസ് ആൻഡ് ചലഞ്ചസ്. ഇതൊരു എന്നാ പറയുക, ഹിമാലയൻ ടാസ്ക് തന്നെയായിരുന്നു ഇത്. ഇൻ്റർവ്യൂ, പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് 100 ദിവസത്തിനുള്ളിൽ എല്ലാം സബ്മിറ്റ് ചെയ്തു. ബട്ട് അവർ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും മെസ്സേജ് അയക്കേണ്ടതായിട്ട് വന്നു. ഒത്തിരി തവണ ഇമെയിൽ അയക്കുന്നു. ചിലതൊന്നും അവർ റെസ്പോണ്ടേ ചെയ്യത്തില്ല. അങ്ങനെയുള്ള ചില മെയിനായിട്ട് ഇമെയിൽ ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ് പ്രോബ്ലം. കുറേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ ആ റിവ്യൂ നടന്നു. പിന്നെ എനിക്ക് ഗ്രാജുവേഷൻ ഇൻ്റർവ്യൂവിനുള്ള സൈറ്റ് ഓപ്പൺ ആയി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ കിട്ടുന്നില്ല. വീണ്ടും ഞാൻ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വീണ്ടും ഞാൻ എൻ്റെ കാര്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ മെയിൽ അയച്ചു കഴിഞ്ഞപ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഷെഡ്യൂൾഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് അയച്ചു തന്നു. അങ്ങനെ ഷെഡ്യൂൾഡ് ചെയ്തു. ബട്ട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ആരും എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനില്ലായിരുന്നു. അങ്ങനെ 1 മണിക്കൂർ വെറുതെ വേസ്റ്റ് ചെയ്ത് വീണ്ടും ഞാൻ റിപ്ലൈ അയച്ച്, മെയിൽ അയച്ച്, അങ്ങനെ റിപ്പീറ്റഡായിട്ട് മെയിൽ അയച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും റീഷെഡ്യൂൾഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് അയച്ചു തന്നു. അങ്ങനെ റീഷെഡ്യൂൾഡ് ചെയ്തു. ഇൻ്റർവ്യൂ അടിപൊളിയായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെയൊക്കെ തന്നെയായിരുന്നു ചോദ്യങ്ങൾ വന്നിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ആഫ്റ്റർ അത് കഴിഞ്ഞ ശേഷമാണ് 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പൈസ റിട്ടേൺ ആവും, 7 തൊട്ട് 21 ദിവസത്തിനുള്ളിൽ പൈസ റിട്ടേൺ ആവുമെന്നാണ് ആദ്യം പുള്ളിക്കാരി പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തു. ബട്ട് നോ റെസ്പോണ്ട്. വീണ്ടും ഞാൻ മെയിലുകൾ പലതും അയച്ചു. ബട്ട് നോ ചേഞ്ചസ്. ഈവൻ എല്ലാം അണ്ടർ റിവ്യൂ എന്നും പറഞ്ഞുകൊണ്ട് 4th സ്റ്റേജ് കടന്നുകൊണ്ടിരുന്നു. അങ്ങനെ 2-2.5 മാസം റിപ്പീറ്റഡായിട്ട് മെയിൽസും എല്ലാം അയച്ചു കഴിഞ്ഞ് ലാസ്റ്റ് അവർ എനിക്ക് റിട്ടേൺ തരുന്നത്. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തുള്ള റെസിപ്റ്റ് എപ്പോഴും നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അത് റിട്ടേൺ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ പൈസ റിട്ടേൺ ചെയ്യത്തുള്ളൂ. ആക്ച്വലി അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേയ്മെൻറ്റ് ക്യാൻസലേഷൻ ചെയ്ത് പേയ്മെൻറ്റ് റിട്ടേൺ ആക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്ത് അതേ മോഡിൽ റിട്ടേൺ ആയിട്ട് ക്യാൻസൽ ചെയ്യുക. ആ പർച്ചേസ് ക്യാൻസൽ ചെയ്ത് പൈസ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന റെസിപ്റ്റ് എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുക, നിങ്ങൾ റീഫണ്ട് തിരിച്ചാഗ്രഹിക്കുന്നു എങ്കിൽ. പിന്നെ കുറച്ച് ക്ഷമ വേണം. കമ്മ്യൂണിക്കേഷൻ ഒത്തിരി തവണ ഇമെയിൽ ചെയ്യാനെല്ലാം റെഡി ആകുക. അതുപോലെ 100 days പ്ലാജറിസം പാടില്ല. 3 തവണയൊന്നും ചാൻസ് എടുക്കരുത്. ഒരു തവണ മാക്സിമം 2 ചാൻസ് കൂടുതൽ എടുക്കാൻ ശ്രമിക്കരുത്. പ്രോജക്റ്റ് ലാബ് യൂസ് ചെയ്യരുത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും യൂസ് ചെയ്യരുത്.
അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടത്തുള്ളൂ. അതുപോലെ അവരുടെ ഡെഡ് ലൈൻ ഒരിക്കലും ഫോളോ ചെയ്യരുത്. 100 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എല്ലാ പ്രോജക്റ്റും പോർട്ട്ഫോളിയോയും വെച്ചിരിക്കണം. ലൈവ് പ്രോജക്റ്റ്, ആർ ദ യൂസ്ഫുൾ? ഓക്കെ, ഇത് മെയിൻലി ഡാറ്റ അനലിറ്റിക്കുമായിട്ട് നോട്ട് റിലേറ്റഡ്. മെയിൻലി ഐ തിങ്ക് സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോടാണ് കൂടുതലും അതിൻ്റെ ഇത് പോലെ എനിക്ക് തോന്നി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ സെയിൽസ്, അങ്ങനെ എല്ലാ ഏരിയയും ഉണ്ട്. അതുകൊണ്ട് ഡാറ്റ അനലിറ്റിക്സിന് ഇത് യൂസ് ആവൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ്. അതുപോലെ മെയിൻലി ഇതൊരു ഫ്രീ പ്രൊമോഷനാണ്. ട്രിനിറ്റിയുടെ ഫ്രീ പ്രൊമോഷനാണ് ഫുള്ള് നടക്കുന്നത്. ലെവൽ 5ൽ നമ്മൾ ചെയ്യുന്ന 8 അസൈൻമെൻറ്റ്സും ഫുള്ളും ട്രിനിറ്റിയുടെ പ്രൊമോഷൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റിപ്പീറ്റഡ്ലി അതിൻ്റെ റിവ്യൂ ചെയ്യണം, അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, അവരെ ലൈക്ക് ചെയ്തുകൊണ്ട് വേരിയസ് വീഡിയോസ് ഉണ്ടാക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാർഡ് വർക്ക് അത് അത്യാവശ്യമാണ്. നമ്മൾ ജോലി ഇത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ആ മറ്റ് ലെവൽ 5ലെ 8 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടിച്ചെന്ന ജോലി കിട്ടുമെന്നെല്ലാം ഉള്ള തോന്നൽ മാത്രമാണ്. നിങ്ങൾ വൺസ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾ വീണ്ടും ഡൗൺലോഡ് പുതിയ സൊല്യൂഷൻ ക്വസ്റ്റിനേഴ്സ് കണ്ടെടുത്ത് വീണ്ടും ഈ ടാസ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ MySQL, പൈത്തൺ, പവർ BI, ടാബ്ലോ, എക്സൽ ഇതെല്ലാം മാറ്റി യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ട്രിനിറ്റിയിലെ ആദ്യത്തെ 2 ഇതിൽ മാത്രമേ MySQL യൂസ് ചെയ്യുന്നുള്ളൂ, 2ഉം 3ഉം പ്രോജക്റ്റിൽ. ബാക്കി പ്രോജക്റ്റിലും നമുക്ക് MySQL യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പൈത്തണും നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റും. ടാബ്ലോ, പവർ BI എല്ലാം നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുക. ഞാൻ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വല്ല ക്വസ്റ്റിനേഴ്സ് അല്ലെങ്കിൽ ടാസ്കിൻ്റെ ഇത് സൊല്യൂഷൻ സെറ്റ്സ് എല്ലാം വേണമെങ്കിൽ പൈത്തണിൻ്റെയൊക്കെ അറൗണ്ട് 200 സൊല്യൂഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ ഇനി വേറെ കോഴ്സുകളുടെ നോട്ട്സ് എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതും എൻ്റെ കയ്യിലുണ്ട്. അതായത് AI ലേണിങ്, മെഷീൻ ലേണിങ്, ഡാറ്റ സയൻസ്, അങ്ങനെയുള്ള, അതുപോലെ വേരിയസ് യൂണിവേഴ്സിറ്റിയുടെ ഡാറ്റ അനലിറ്റിക് കോഴ്സിൻ്റെ എല്ലാം ഇതും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഓൺലൈനിൽ നിങ്ങൾ ഏതെങ്കിലും വേറെ സൈറ്റുകളിലും ഡാറ്റ അനലിറ്റിക് കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതെല്ലാം ലൈവ് പ്രോജക്റ്റിൽ അപ്പോൾ അധികം ഹോപ്പില്ല. പിന്നെ ടൈം ടേക്കണാണ്. എല്ലാത്തിലും 8 തൊട്ട് 10, 15 ടാസ്ക് വരെയുണ്ട്. ഈവൻ ലൈവ് പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് ഇത് ക്യൂർ ഫുഡിന് വേണ്ടിയിട്ട് നമ്മളൊരു 8 വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളതാണ്, 8 യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ സബ്മിറ്റ് ചെയ്യണം, നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കത് വലിയ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി വേറെ ജോലിയൊന്നും ഇല്ലാത്തവർക്ക് ഓക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലി അത്യാവശ്യമാണ്, ഇപ്പോൾ ജോലിയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇത് ചെയ്ത് ഫ്രീ ടൈമിൽ ഇത് ചെയ്ത് തീർത്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, ലൈവ് പ്രോജക്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും, അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഫൈനലായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു 3/5 ആണ് റേറ്റിംഗ് കൊടുക്കുന്നുള്ളൂ. മെയിൻലി കമ്മ്യൂണിക്കേഷനാണ് ഇതിൻ്റെ പ്രോബ്ലം വരുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇല്ല, മെൻറ്റർ ഇല്ല. ജസ്റ്റ് റെക്കോർഡഡ് വീഡിയോ ഒരു ആപ്പിൽ വെച്ചേക്കുന്നു, നമ്മൾ കയറുക, കാണുക, നമ്മുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വഴിയുമില്ല. അല്ലെങ്കിൽ അവരുടെ ഡൗട്ട് ഫോറത്തിലെല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജന്മത്തെ അതിനൊരു ഉത്തരം കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് കുഴപ്പമില്ല, പഠിക്കുന്ന ഒരു ന്യൂ കോഴ്സ് പഠിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഏകദേശമൊക്കെ അവർ നന്നായിട്ടാണ് കോഴ്സ് ചെയ്തേക്കുന്നത്. ഒരു മൊഡ്യൂൾഡ് 1-2 മൊഡ്യൂൾഡ് മാത്രമാണ് ഇത്തിരി അത്ര നന്നായിട്ട് എടുക്കാത്തേ ഉള്ളൂ. പൈത്തണിനൊക്കെ ബെറ്റർ. യൂട്യൂബ് നിങ്ങൾ സെർച്ച് ചെയ്തതിൽ നല്ല ആൾക്കാർ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, എങ്കിരുന്നാലും ഇവരുടെ ഓക്കെയാണ്. ട്രിനിറ്റിയുടെ ഡാറ്റ അനലിറ്റിക് കോഴ്സ് ഓക്കെയാണ്, ഗുഡ് സ്ട്രക്ചേർഡ് ആണ്.
ബട്ട് ഇപ്പം ജോബെല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ടേ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മുടെ നോളജ് നമ്മൾ ഇൻക്രീസ് ചെയ്തേ പറ്റത്തുള്ളൂ. പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് അത്ര സ്യൂട്ടബിൾ അല്ല. അല്ലെങ്കിൽ പിന്നെ അത്ര എഫേർട്ട് എടുക്കാൻ റെഡി ആയിരിക്കണം. ഇവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡാറ്റ അനലിറ്റിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പോൾ നിങ്ങൾ വേറെ അടുത്തുനിന്നും പഠിച്ച് എടുക്കാൻ റെഡി ആണെങ്കിൽ ഓക്കെയാണ്. സോ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്. ഇനി ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള പ്രത്യേകം സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കോ ഇത് ഡാറ്റ അനലിറ്റിക്സ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മിക്കവാറും ആൾക്കാർ കണ്ടിട്ട് അതേപോലെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ആരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു മോട്ടിവേഷനാണ് കൂടുതൽ വീഡിയോ ചെയ്യാൻ. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊരു കോഴ്സിനെ കുറിച്ചും നിങ്ങൾക്ക് നോട്ട്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അത് പ്രിപ്പയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ അത് സംഘടിപ്പിച്ച് ഞാൻ തരുന്നതായിരിക്കും. നോട്ട്സ്, പ്രോജക്ട്സ് അതൊക്കെ സംഘടിപ്പിച്ച് തരാൻ കഴിയുന്നതാണ്. അപ്പോൾ അതുപോലെ നേഴ്സിങ്ങിൻ്റെയൊക്കെ ആണെങ്കിൽ ലക്ഷക്കണക്കിന് നോട്ട്സ് എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. ഒത്തിരി അപ്ലോഡ് ചെയ്ത് ഡ്രൈവുകളിലെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേഴ്സിങ്ങിൻ്റെ എല്ലാ ഇയറിൻ്റെയും BSc നേഴ്സിംഗ്, MSc നേഴ്സിംഗ്, GNM ഇവരുടെ എല്ലാവരുടെയും നോട്ട്സ് കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ റിസർച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ടാക്കണമെങ്കിലോ ഉണ്ടാക്കിയ മെറ്റീരിയൽ വേണമെങ്കിലോ ഒക്കെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ആർട്ടിക്കിൾസ് വേണമെങ്കിൽ ഒക്കെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുട്ടൂസൻ ടിപ്സ് അല്ലെങ്കിൽ @eldosstips, or you can contact email through eldost002@gmail.com. ഇതിലും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ ഏത് വിധത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നോ അത് ആ രീതിയിലെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നോട്ട്സ് വേണമെങ്കിൽ നോട്ട്സായിട്ടും പ്രോജക്ട്സായിട്ടും ഒക്കെ തരാൻ കഴിയും, അല്ലെങ്കിൽ അത് സംഘടിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ആവശ്യക്കാർ അപ്രോച്ച് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും വേഗം കണ്ടുമുട്ടാം. താങ്ക് യു.